ശോഭാ സുരേന്ദ്രൻ എന്ന പറഞ്ഞ വ്യക്തിയെ കുറച്ചൊന്നല്ല മാധ്യമ സുഹൃത്തുക്കൾ വേട്ടയാടിയിട്ടുള്ളത്. നിരന്തരം ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് ആളുകൾ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്ത്, അതെ, നിരന്തരം അവരെ വേട്ടയാടുന്ന സമയത്ത് തീർച്ചയായിട്ടും മനുഷ്യരാണ്. ചില സമയത്തൊക്കെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോകുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ക്ഷുഭിതയായിട്ടുള്ള തരത്തിൽ നമ്മൾ ശോഭാ സുരേന്ദ്രനായാലും മുതിർന്ന ഒരു വ്യക്തികളെയും കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരം വേട്ടയാടപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് അതിനെ കാണാൻ സാധിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ, ഇപ്പം മഞ്ചേശ്വരത്ത്, കഴക്കൂട്ടം, നേമം തുടങ്ങി നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും ഒക്കെ എടുത്തു പറയേണ്ട തരത്തിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. ഇതിനു മുൻപൊക്കെ BJP എന്ന് പറഞ്ഞ ഒരു ഘടകത്തെ ചർച്ച ചെയ്യാതിരുന്ന, ഇരു മുന്നണികളെ മാത്രം ചർച്ച ചെയ്തു പോയിരുന്ന കാലഘട്ടങ്ങളിൽ LDF അല്ലെങ്കിൽ UDF ഇവരിൽ ആര് എന്നുള്ള ചോദ്യമായിരുന്നു മാധ്യമങ്ങൾ വരെ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ മേഖലകളിലേക്കൊക്കെ മൂന്നാമതൊരു മുന്നണിയായിട്ട് BJP കൂടെ കടന്നു വന്നിട്ടുണ്ട്. സജീവമായി നടക്കുന്ന ചർച്ചകളും BJP എത്രത്തോളം സീറ്റുകൾ ഈ ഇലക്ഷനിൽ പിടിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJPക്ക് ഇന്ന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യത, കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് കഴിഞ്ഞ സമയത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മേയറും ഡെപ്യൂട്ടി മേയറേയും വാർത്തെടുക്കാൻ BJPക്ക് സാധിച്ചു. കോഴിക്കോട് നോക്കുന്ന സമയത്ത് 13 സീറ്റായിട്ട് ഉയർത്താൻ സാധിച്ചു. അതിൽ 7 സീറ്റുകൾ കൗൺസിലർമാർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ മികച്ച സ്വീകാര്യത BJPക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴും ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. ആ ശബരിമല വിഷയം ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നതും ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. അതിന്റെ പേരിൽ നടപടികൾ, കേസുകൾ ഒക്കെ ഇന്നും നേരിടുകയാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ബെനിഫിറ്റ് പൊതുജനങ്ങൾ നോക്കുന്ന സമയത്ത് BJP അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ആശങ്ക അന്ന് ആ വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അന്ന് ജനങ്ങൾ സമീപിച്ചിരുന്നതെങ്കിൽ ഇന്ന് ചിത്രം മാറിയിരിക്കുകയാണ്. BJPക്ക് വോട്ട് ചെയ്ത BJPയും വിജയിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം പൊതുജനങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അങ്ങനെ ഒരു മുന്നണിയുടെ വോട്ടല്ല ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഒരു മുന്നണിയുടെയും വോട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടോ അത് ചോർത്തിക്കൊണ്ടോ ഉള്ള ഇലക്ഷൻ പ്രചരണമല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത് വികസനം മാത്രമാണ്. ജാതി ചോദിച്ചുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണത്തിന് BJP തയ്യാറായിട്ടില്ല, ഇതുവരെ തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാവില്ല. നമുക്കറിയാം, ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്ന പരാമർശങ്ങൾ, പയ്യാനക്കൽ ഭാഗത്ത് നിന്നൊക്കെ ഉയർന്നു വന്നിരുന്ന പ്രശ്നങ്ങൾ, അവിടെ ഇലക്ഷൻ ദിവസത്തിൽ പോലും മതം പറഞ്ഞുകൊണ്ട് വരി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ BJP എന്നും മുൻപോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ 12 വർഷക്കാലം കേന്ദ്ര നേതൃത്വത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ വികസനത്തിന് മുന്നിട്ട് നിൽക്കുന്ന ജനത ജാതി പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു വിഭാഗത്തെ ഒരു പക്ഷേ അകറ്റി നിർത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴത്തെ യൂത്ത്, എസ്പെഷ്യലി വനിതകൾ, എല്ലാവരും തന്നെ BJPയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ തിരിച്ചറിയാനുള്ള പക്വത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് യുവാക്കളും സ്ത്രീകളും എല്ലാവരും തന്നെ ഇന്ന് BJPക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. അതിനോടൊപ്പം കാലങ്ങളായിട്ട് മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്ന വ്യക്തികളടക്കം ആ പാർട്ടികളുടെ ശോചനീയാവസ്ഥയും തമ്മിൽ തല്ലും എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇന്ന് ഒരു ഭരണമാറ്റം വരണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്.